ഇന്നൊരു ഹെൽത്തി റെസിപ്പിയാണ്. എണ്ണയില്ലാതെ നമുക്ക് ഉള്ളി എങ്ങനെ വറുത്തെടുക്കാമെന്ന് നോക്കാം. അതിങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് ഒരേ കനത്തിൽ അരിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ അതെല്ലാം ഒന്ന് വിടിവിച്ചിട്ടിട്ട് അതിൽ ഒരു സ്പൂൺ എണ്ണ വേണ്ട, ഒരു അര സ്പൂൺ എണ്ണ മതി. അതിങ്ങനെ ഈ ഉള്ളിയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ എണ്ണ പുരട്ടിയില്ലെങ്കിൽ എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, താല്പര്യമില്ലാത്തവർക്ക് എണ്ണ ഒഴിക്കണ്ട. നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ എയർ ഫ്രയറാണ് ഉപയോഗിക്കുന്നത്. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റാണിത്. ഈ ബാസ്ക്കറ്റിലേക്ക് ഇതൊരു നോൺ സ്റ്റിക്കായിട്ട് തന്നെ പ്രവർത്തിക്കും. ആവശ്യമെങ്കിൽ ഒരല്പം എണ്ണ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു തുള്ളി എണ്ണ മതിയാവും. രുചിക്ക് വേണ്ടിയാ, എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിനി ഇതിലോട്ട് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ഒരു 10 മിനിറ്റ് മതിയാവും. 4-5 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് മതി. ഇത് 200 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞതൊന്ന് ഈ ഉള്ളിയെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, അത് 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റായി. ഇപ്പം നമുക്ക് റെഡി ആയെന്ന് നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം, റെഡി ആയോന്ന് നോക്കാം. ഉള്ളിയെല്ലാം നല്ല കിലുകിലാന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കിലുങ്ങുന്ന ശബ്ദം കേട്ടില്ലേ? ഉള്ളി വറുത്തത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 1 മാസം വരെ ഇത് കേടാകാതെ സൂക്ഷിക്കാം. അപ്പോൾ ഒട്ടും എണ്ണയില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉള്ളി വറുത്തത് നമുക്ക് ഇങ്ങനെ എയർ ഫ്രയർ ഉള്ളവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉള്ളി വറുത്തത് ഒത്തിരി ധാരാളം നമുക്ക് ആവശ്യമാണല്ലോ. കുറേ ഉള്ളി വറുത്തത് വേണം. അപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ ഉള്ളി വറുത്തത് കുറേയേറെ വേണം. അപ്പം നമുക്ക് ഇങ്ങനാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത്രയും ഉള്ളി നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഒരു തുള്ളി എണ്ണയില്ലാതെ ഇത്രയും ഉള്ളി നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.